സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടതോടെ ജീവിതം വഴിമുട്ടി ഉദ്യോഗാർത്ഥികൾ. സംസ്ഥാനത്താകെ 3000-ഓളം പേരെയാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. ശമ്പള കുടിശ്ശിക പോലും നൽകാതെയുള്ള പിരിച്ചുവിടൽ ഭൂമാഫിയെ സഹായിക്കാനാണെന്ന വിമർശനവും ഉയരുന്നു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ജോലി ചെയ്തു വന്നവരാണിവർ. 2022-ലാണ് ഡിജിറ്റൽ സർവേ തുടങ്ങിയത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ടെസ്റ്റ് നടത്തി കരാർ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം. സർക്കാർ ഭൂമി തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുക, സ്വകാര്യ ഭൂവുടമകൾക്ക് കൃത്യമായ രേഖ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഡിജിറ്റൽ റീസർവേ. സർവേ, റവന്യൂ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ രജിസ്ട്രേഷൻ നടപടികൾക്കൊപ്പം പോക്കുവരവ് ഉൾപ്പെടെ ഓൺലൈനായി പൂർത്തിയാക്കുമായിരുന്നു. 3000-ഓളം പേരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് എല്ലാവർക്കും ഇരുട്ടടിയായി. 4 മാസത്തെ ശമ്പള കുടിശ്ശിക പോലും നൽകാതെയാണ് പിരിച്ചുവിടൽ. യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഞങ്ങൾ ഇന്നലെ പെട്ടെന്നൊരു ഓർഡർ വന്നിട്ട് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ 4 മാസത്തെ സാലറി കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തണം. ദിവസങ്ങളായി ഞങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. ആ വിശ്വാസത്തിലാണ് ഒരു മാസത്തിന് ശേഷം, ഒരു മാസം കിട്ടാഞ്ഞിട്ട് അതിന് ശേഷവും ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. പലരും കടം വാങ്ങിയിട്ടാണ് ഇതിലേക്ക് ദിവസവും ഇങ്ങനെ ബസ് ഫെയർ കൊടുക്കുന്നത്. അടുത്തുള്ള ഫീൽഡൊന്നും അല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്, എത്രയോ ദൂരെയാണ് ഫീൽഡിലേക്ക് പോകുന്നത്. ആ ബസ് ഫെയർ, വീട്ടു ചെലവ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ദുരിതത്തിലാണ്. ഈ മലയും കാടും കുന്നൊക്കെ കയറിയിട്ട് മഴയും വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഡെയിലി പണിയെടുക്കുന്നത്. അതിൻ്റെ ഒരു മാനസിക പരിഗണന കൂടി ഇവരാരും നൽകിയിട്ടില്ല ഇതുവരെ. എന്താ പറയുക, ഒരു ഇൻഷുറൻസോ അങ്ങനെ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതിനെ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിച്ചവർക്ക് 6 മാസം പോലും സർവീസ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ 6 മാസം പോലും ആയില്ല. അതിന് മുന്നെയാണ് എംപ്ലോയ്മെന്റ് 6 മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ജോലിയിലേക്ക് നമ്മളെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് വിളിച്ചത്. പക്ഷെ അത് തീരുന്നതിന് മുമ്പേ തന്നെ നമ്മളെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ നമ്മൾ ഈ വന്ന 5 മാസത്തിന് നമുക്ക് യാതൊരു പ്രൂഫും ഇല്ലാതെയാണ് ഇവർ ഇതാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 6 മാസം തികയാതെ നൽകില്ല എന്നുള്ളത്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് സർവേയർ, ഹെൽപ്പർ വിഭാഗങ്ങളിലായി ജോലി ചെയ്തു വന്നവരാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. AK ലതീഷ്, കോഴിക്കോട്.